ബാല്യം മനുഷ്യജന്മത്തിലെ ഏറ്റവും സുന്ദരമായ കാലം. വർത്തമാനകാലത്തിലെ ചായം തേച്ച കാഴ്ചകളുടെ കുത്തൊഴുക്കിൽ ഇന്നും മറക്കാതെ ചില ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കോക്കു. വികൃതികളായ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ അമ്മമാർ കണ്ടെത്തിയ സൂത്രം. അവർ ചൂണ്ടിക്കാട്ടിയവരെ കോക്കുവായി കണ്ട് കുട്ടികളന്ന് നിറയെ ഭക്ഷണം കഴിച്ചു. നാം മറന്നുകളഞ്ഞ ഗ്രാമഭംഗിയോടൊപ്പം മറഞ്ഞ കോക്കു, നീ വീണ്ടും വരുമ്പോൾ തിരികെ വരുന്നത് ബാല്യത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ കളിമുറ്റങ്ങളാണ്. ഈ ഓർമ്മ ചിത്രം ഞാൻ ആദ്യമായി കണ്ട കോക്കുവിനായി സമർപ്പിക്കുന്നു. അമ്മേ, ദേ കോക്കു. മിണ്ടല്ലേ, കൈകൂപ്പി നിൽക്ക്. ഇങ്ങു വാ. കഴിച്ചോ? കോക്കു, ദാ കഴിക്ക്. എനിക്ക് കളിക്കണം. ഇത് കഴിച്ചിട്ട് കളിച്ചോ? വേണ്ട, കളിച്ചിട്ട് കഴിക്കാം. ഞാൻ വടിയെടുക്കണോ? എനിക്ക് വേണ്ടമ്മേ. ഞാൻ കോക്കുനെ വിളിക്കട്ടെ? വിളിച്ചോ. കോക്കു വന്നാൽ ഒരു ചുക്കും ഉണ്ടാവൂല. വലിയൊരു ചാക്കുമായി കോക്ക് വരും. കുട്ടികളെ പിടിച്ചോണ്ടേ കണ്ണൂത്ത് പൊട്ടിക്കും. എന്നാ തിരിച്ചോറ് മതി. എന്റെ മോൻ ഇത്തിരി കഴിച്ചാ മതി. മോളെ, എന്താ ചമ്മേ? മോനിരുന്ന് കഴിക്കേ. നീ കളിക്കുന്നുണ്ടേ വാ. ഇപ്പൊ വന്നില്ലേ ഇനി കൂട്ടില്ല. അമ്മ വിടില്ല. കോക്കുനോട് പറയുന്ന മണ്ട, നീ പൃഥ്വിരാജിന്റെ സിനിമ കണ്ടിട്ടില്ലേ? അതുപോലെ 2 കിക്ക് കോക്ക് നമ്മുടെ അമ്പലക്കുളത്തിൽ പോയി കിടക്കും. പിന്നെ നിനക്കറിയാഞ്ഞിട്ടാ എന്റെ അമ്മ പറഞ്ഞല്ലോ, പണ്ട് കോക്കു ഒത്തിരി കുട്ടികളെ കണ്ണൂത്തി പിടിച്ചിട്ടുണ്ടെന്ന്. ആ കണ്ണ് കോക്കു കുഴിച്ചിട്ടത്രേ. അത് വലിയ മരമായി. അതാ ഞാവൽമരം. എടി എന്റെ അച്ഛനെ കളരിയാ. ഞാനും അത് കണ്ട് കുറെ പഠിച്ചതാ. ദേ കോക്കു വരുന്നു. ഒരു ഐഡിയ ഉണ്ട്. നമുക്കിവിടെ മറിഞ്ഞു നിന്ന് കോക്കിനെ വിളിക്കാം. ശരി വാ. കോക്കു, അയ്യോ, ഓടിക്കോ ഓടിക്കോ, കോക്കു വരുന്നു. എന്നിട്ട് ഓടിക്കരുത്, നിക്കാനാ പറഞ്ഞത്. ഓടരുത്, ഇനി വിളിക്കോ നീ? ഇല്ല. ഇനി വിളിച്ചാലോ? ഒരിക്കലും വിളിക്കില്ല. നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കും ഞാൻ. ഇല്ല, കണ്ണു കുത്തി പൊട്ടിക്കില്ല. അവനെന്താ കളരി കാണിക്കാൻ നിന്ന് കരയുന്നേ? ചെലപ്പം കളരിയിൽ ഇതൊരടവാകും. മനസ്സിലായില്ല. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? ഇരിക്കൂ. ഇത് എത്ര സെന്റ് ഉണ്ട്? സ്ഥലമോ? ആകെ 45 സെന്റ് ഉണ്ട്. ഓഹോ, നിങ്ങൾ ഭാഗ്യവാനാണ് മിസ്റ്റർ ജീവൻ. ഓ, മിസ്റ്റർ ജീവൻ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും. മനസ്സിലായില്ല. നിങ്ങൾ പറയുന്ന തുകയ്ക്ക് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ്.
ആ തുകയ്ക്ക് ടൗണിൽ വലിയ ഫ്ലാറ്റോ വാങ്ങാൻ ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ കുട്ടികൾ അവിടെ മോഡേണായി വളരട്ടെ. മിസ്റ്റർ ജീവൻ എവിടെ ജോലി? ടൗണിൽ തന്നെ. അപ്പൊ അത് പിന്നെ നിങ്ങളുടെ ലക്ക. ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ. പക്ഷേ ഞങ്ങളുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്. അതാ ഒരു ഇപ്പോഴും വെരി ബാഡ്. ഇതൊക്കെ വിട്ടുപോകാൻ മുത്തശ്ശി തയ്യാറല്ല. അതാ. അപ്പോ മുത്തശ്ശി മരിച്ചാലേ കച്ചവടം നടക്കൂ അല്ലേ? ശരി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ രാമ. ഞാൻ പറഞ്ഞിട്ടില്ലേ എറിയരുതെന്ന്. ഇതേ എന്റെ മാങ്ങയാ. ഞാൻ ആദ്യം കണ്ടത് ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോ. ചേടാ, അതിനു മുമ്പ് ഞാൻ കണ്ടതാ. എനിക്ക് വേദനിക്കുന്നു. ഇനി എറിയോ നീ? ഇനി എറിയോ? ഇതാരുടെ മാങ്ങയാ? കോക്കുന്റെ. അങ്ങനെ പറയോ? ഇനി വിളിക്കില്ല. പൊക്കോ കാന്താരി. ഇനി എങ്ങാനും മാങ്ങയിലേക്ക് നോക്കിയാ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. കോക്കു കോക്കു, 1000 വട്ടം കോക്കു. അതെന്റെ മാങ്ങയാ. നമുക്ക് നോക്കാൻ ആർക്ക് കിട്ടുമെന്ന്. ഇന്നാരും വിളിച്ചില്ലേ? കള്ളു വാങ്ങിത്തരാം, പക്ഷേ പാട്ട് പാടണം. സമ്മതിച്ചോ? എന്നാ വാ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന് ചേർന്നൊരു കുളവും വേണം.
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനിനിമാർകളായാൽ അടക്കം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനിനിമാർകളായാൽ അടക്കം വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു. ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. നന്നായി ചുമന്നിരിക്കുന്നു. ഒരുപാട് വേദനിച്ചോ മോന്? അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അയാളോട് നല്ല 2 വർത്തമാനം പറയണം. അയാളെങ്ങനെ ആരെ ഉപദ്രവിക്കാറൊന്നുമില്ലാത്തതാ. ഏതായാലും നാളെ ആവട്ടെ, അച്ഛൻ അയാൾ അടിക്കാട്ടോ. ചെറിയ പനിയുണ്ട്, മോൻ പോയി കിടന്നുറങ്ങിക്കോ. സ്ഥലം വാങ്ങാൻ വന്നവര് ഇനി എന്ന് വരുമെന്നാ പറഞ്ഞത്? അടുത്ത ആഴ്ച. ഓ, എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു ഈ കുഗ്രാമത്തിൽ നിന്ന്. കേരള ചാക്കിലേക്ക്. ഞാൻ കേറില്ല, എന്നെ തോപ്പിക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ വടിയുണ്ട്. എന്റെ കയ്യിലെ ഗണ്ണാ. നമ്മൾ ഫൈറ്റ് ചെയ്താ ഞാനാ ജയിക്കുക. നിക്ക് മോനെ, സിബിട്ടോട്ടെ മോനെ. എന്താ വേണ്ടേ? തന്നെ ഞാൻ കാണാതിരിക്കായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കാൻ തനിക്ക് ആരാണോ അധികാരം തന്നെ? അച്ഛമ്മ ഉള്ളപ്പോ എന്തോരം വന്ന് തിന്നിട്ടുള്ളതാ. എന്നിട്ട് ഇവിടുത്തെ കുട്ടിയെ ഉപദ്രവിക്കാന്ന് വെച്ചാ? ഇനി ഇത് ആവർത്തിച്ച എന്റെ സ്വഭാവം താൻ അറിയും. അടിച്ചു നിന്റെ കടന്ന് പൊക്കി അവിടുന്ന്. ഇനി വഴിക്കാക്കാനും വന്നാ
ഇന്നലെ കാലത്ത് ഇത് വീണു. എനിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റുമോ? ഇതിനിപ്പോ ഉണ്ണിയുടെ അവകാശിയല്ലേ. അതുകൊണ്ടാ ഞാൻ വീട്ടിലേക്ക് വന്ന് മുറിച്ച് പാതി ഉണ്ണിക്ക് തരാൻ. അപ്പോ ഉണ്ണിയുടെ അച്ഛൻ എന്നെ സാരമില്ലെന്ന് ഉണ്ണിയുടെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. നുള്ളിയപ്പോ ഉണ്ണിക്ക് നൊന്തോ? സാരമില്ല കേട്ടോ. ഇതൊക്കെ പ്രകൃതിയുടെ സ്നേഹ. ഒന്നും പിടിച്ചു വാങ്ങാൻ പാടില്ല. ഇതിന്റെ അവകാശികള് നമ്മൾ മാത്രമല്ലല്ലോ ഉണ്ണി. കിളികളും അണ്ണാനും ഒക്കെ ഇതിന്റെ അവകാശികളാ. അപ്പൊ നമുക്കുള്ള പങ്ക് പ്രകൃതി അറിഞ്ഞു തരും. അത് എന്റെ ഉണ്ണിക്ക് മനസ്സിലാവണുണ്ടോ? അയ്യോ, എങ്ങനെയാ ഇപ്പൊ ഇതൊന്ന് പങ്കുവയ്ക്കുക? ഞാനിപ്പ വരാം. ഇന്നലെ വീട്ടിൽ വന്നപ്പോ ഞാൻ പേടിച്ചു. അപ്പ എടുത്ത കത്തിയായത്. എന്തിനാ എന്റെ അടുത്ത് വന്ന് കുത്താൻ? ഉണ്ണി, ഇത് കുത്താനുള്ളതല്ല കേട്ടോ, സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാ. ദാ ഇങ്ങനെ. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് കിട്ടിയത് എനിക്കാ. അതുകൊണ്ട് മാങ്ങേണ്ടി ഉള്ള ഭാഗം എനിക്കാ. സമ്മതിച്ചോ? സമ്മതിച്ചു. കഴിച്ചോ കഴിച്ചോ. കൊള്ളാം, കഴിച്ചോ കഴിച്ചോ. ഈ കത്തിനി എന്ത് ചെയ്യും? ഇതേ എന്റെ ഇരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരു കാര്യമുണ്ട്. അപ്പൊ ശരി. ഓ ഒരിക്കലേ ഇതൊരു വലിയ മരമാവും, കുറേ മാങ്ങകളുള്ള വലിയ മാവ്. ആ മാങ്ങ പഴുത്ത് താഴെ വീഴാൻ കൊറേ നാളാവൂലേ? അപ്പോഴേക്കും മാമൻ ചത്തുപോവില്ലേ? പിന്നെ ആരെയും മാവിന് കാവല് നിക്ക? അപ്പൊ എന്റെ ഉണ്ണി ഉണ്ടായാ മതി. ഞാൻ പോവല്ലേ ടൗണിലേക്ക്? അവിടെ മാവുണ്ടാവോ? അതിന് ഒരു സൂത്രമുണ്ട്. ഇനി നേരെ ചെന്ന് അച്ഛനോട് പറയണം, ഇതെന്റെ നാടാണെന്ന്, ഇവിടെ എന്റെ മുത്തശ്ശിയുണ്ടെന്ന്, ഇവിടെ എന്റെ മാവുണ്ടെന്ന്. ഉണ്ണിപ്പോ വലിയ പോലീസല്ലേ, ഈ മാവിന്റെ പോലീസ്. ഈ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കാൻ ഈ കുട്ടി പോലീസിനാകുമോന്നറിയില്ല. ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കുട്ടി പോലീസുകാർ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് വിട.